വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നോട് ഒരുപാട് പേര് കുറേ നാളായിട്ട് പറയുന്നൊരു കാര്യമാണ് ഹോം ടൂർ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, ഞങ്ങളൊക്കെ ഹോം ടൂറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന്. ഞാൻ എന്തൊക്കെയോ മടികളൊക്കെ കാരണം ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ നമ്മളുടെ വീടിൻ്റെ ഹോം ടൂറ്. അപ്പം ഇതേണ്ട ഞാൻ ഇന്ന് എന്തായാലും കയ്യോടെ ഹോം ടൂർ ചെയ്യാൻ പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ നടന്ന് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മളുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലോട്ട് ഇരിക്കുന്നത് റോഡിൽ നിന്നും കുറച്ച് താന്നാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ഒരു ഡിസൈനാണ് നമുക്ക് ആർക്കിടെക്ട് വരച്ച് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ കാണുന്നതൊക്കെ ഫസ്റ്റ് ഫ്ലോർ ആണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ താഴെയാണ് വരുന്നത്. കാർ പോർച്ചും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ കാറ് കയറാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിൽ നല്ല ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗേറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്താൽ അപ്പറേ പറമ്പിലേക്ക് പോവാത്ത രീതിയിൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ കാണുന്നത് വേറൊരു കുട്ടി ഒരു പാത്ത് വേയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനും നമ്മൾ സെപ്പറേറ്റ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു എളുപ്പത്തിനും പിന്നെ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പാത്ത് വേ സെറ്റ് ചെയ്തെടുത്തത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ലവ് ബേർഡ്സിൻ്റെ സൗണ്ടും പിന്നെ ഈ ഒരു ആമ്പലൊക്കെ നട്ടിരിക്കുന്ന ഒരു പോണ്ടുമാണ് കാണുന്നത്. ഈ ആമ്പലം നട്ടിരിക്കുന്ന പോണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തൊട്ടടുത്ത് ഒരു വാർക്കയുടെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആദ്യം നമ്മളിതിൽ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് ആമ്പലാണ് നട്ടത്. പിന്നെ ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു വൈറ്റ് കളറ്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പം നമ്മളുടെ ലവ് ബേർഡ്സിൻ്റെ കൂടാണ് കാണുന്നത്. ഇവിടെയൊക്കെ മതിലിൽ ഞാൻ ബൊഗെയിൻവില്ലയൊക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ നിറച്ച് വെക്കുന്നതാണ് നമ്മളുടെ വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മളുടെ വീടിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. ഞങ്ങൾ ഇതുവഴി ഒരു ചെറിയൊരു പാത്ത് വേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാത്ത് വേയിൽ ഇട്ടിരിക്കുന്ന ടൈലെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ്. കാരണം ഇവിടെയൊക്കെ പ്ലാന്റ്സ് നട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം വീണ് കിടന്നാൽ ഫിനിഷിംഗ് ഒക്കെ ഉള്ള ടൈലാണെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നല്ല ഗ്രിപ്പുള്ള ടൈല് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മളുടെ കാർ പോർച്ച്. കാർ പോർച്ചിൽ ഒരു ബൈക്കും ഒരു കാറും ഇടാനുള്ള സ്ഥലമാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈലിൻ്റെ പ്രത്യേകത. അതും ഇതുപോലെ തന്നെ വെള്ളമൊക്കെ വീണാലും പെട്ടെന്ന് തെന്നി വീഴാത്ത ടൈപ്പ് ടൈലാണ് നമ്മളിവിടെയും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ചെടികൾ മുഴുവനും നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ 1.5 വർഷം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. നമ്മളുടെ സൺഷെയ്ഡിലൊക്കെ ഞാൻ ബൊഗെയിൻവില്ലയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ദേണ്ടേ നമ്മളുടെ ഒരു ഗണപതിയുടെ ഫോട്ടോയാണ്. അത് എന്നേക്കാൾ കൂടുതൽ ശരത്തേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വിഘ്നേശ്വരൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം വെക്കണമെന്നായിരുന്നു. പക്ഷേ വിഗ്രഹത്തിന് ഞങ്ങൾ റേറ്റ് നോക്കിയപ്പോൾ ഒരുപാട് റേറ്റ് കാണിച്ചു. നമ്മളുടെ ബഡ്ജറ്റിൽ അത് ഒതുങ്ങില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ അത് ഫോട്ടോയിൽ അങ്ങ് ഒതുക്കിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ ഡിസൈൻ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ കാണാനായിട്ട്. ഈ ഒരു ഫോട്ടോ വെച്ചപ്പോൾ കാണാൻ അത്രയും ഭംഗി തോന്നുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ലക്കി ബാമ്പു ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളർന്ന് ഈ ഒരു ഏരിയ ഫുള്ള് ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ ഇവിടെ മിററാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഒരു ചെറിയൊരു മിററ്. അപ്പം രാവിലെയൊക്കെ നല്ല രീതിക്ക് ഈ ഒരു ഏരിയയിൽ കൂടെ സൺലൈറ്റ് വീട്ടിലേക്ക് കടക്കുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ താഴെയാണ് നമ്മളുടെ ലിവിങ് റൂമും കിച്ചണും ഒക്കെ ഉള്ളത്. മുകളിലേക്ക് പോകുമ്പം നമ്മളുടെ ഒരു ബെഡ്റൂമും ഓഫീസ് റൂമും ഒരു കോമൺ വാഷ്റൂമുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് തന്നെ ഇറങ്ങാം. നമ്മളിവിടെയൊക്കെ ഇട്ടിരിക്കുന്ന ടൈലെന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ടൈലും മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പിനൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ നല്ല വെട്ടവും വെളിച്ചവും നമ്മളുടെ വീട്ടിലേക്ക് എപ്പോഴും കയറും.
പിന്നെ ടഫോൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ബ്രേക്ക് ആവില്ല. സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോവാം. ഈ ഒരു വിൻഡോ സൈഡിലൊക്കെ ഞാൻ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാന്റ്സ് ഒക്കെ ഞാനിപ്പോൾ എടുത്ത് മാറ്റി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ വീടിൻ്റെ ഹോളും ഡൈനിങ് റൂമും കിച്ചണും ഒക്കെ കൂടി വരുന്ന ഒരു ഏരിയ. അപ്പോൾ ഇതാണ്ട് ഈ കാണുന്നതാണ് നമ്മളുടെ ലിവിങ് റൂം. ലിവിങ് റൂമിൽ നമ്മളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ന്യൂഡ് ഷെയ്ഡാണ്. അതായത് വീടിൻ്റെ ഫുൾ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് കളറാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൗച്ചിൻ്റെ സെറ്റാണ് കേട്ടോ നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ് കേട്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നും പറഞ്ഞൊന്നും നമ്മൾ ഒരുപാട് ഫണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എത്രമാത്രം ബഡ്ജറ്റിൽ ഒതുക്കി നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതുപോലെ ഞങ്ങളത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ കൂടുതലാകും നമ്മളുടെ വീട് ഉണ്ടാക്കാനുള്ള പൈസ എന്ന് തോന്നിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻറ്റീരിയർ ഡിസൈനർ എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ആർക്കിടെക്റ്റ് ഒരു ഡിസൈൻ വരച്ചു തന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത്രയും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാട്ടോ പുള്ളി വരച്ചു തന്നത്. ഈ കാണുന്ന കൃഷ്ണനെ കണ്ടോ, ഗുരുവായൂരപ്പനെ? ഞങ്ങളങ്ങ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി വാങ്ങിച്ചതാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്ടിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വേണമെന്ന്. അതും അങ്ങ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരുപാട് കടകൾ കയറി ഇറങ്ങി വാങ്ങിച്ചതാണ് നമ്മളുടെ ഗുരുവായൂരപ്പനെ. അതുപോലെ തന്നെ നമ്മളിവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വീടിന് 2 ഫ്രണ്ടാണ് വരുന്നത്. ഞാൻ ആദ്യം കാണിച്ചത് റോഡ് സൈഡിൽ നിന്നുള്ളൊരു ഫ്രണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്പണിങ് ഇതാണ് കേട്ടോ. അതായത് നമ്മളുടെ വീട് കിഴക്ക് വശത്തേക്ക് ഇരിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു വശമാണ് കിഴക്ക് വശത്തേക്ക് ഇരിക്കുന്നത്. വിളക്ക് കത്തിച്ച് വെക്കുന്നതും മറ്റും നമ്മൾ ഇവിടെയാണ്. ഈ കാണുന്നതാണ് നമ്മളുടെ വീടിൻ്റെ മറ്റൊരു ഫ്രണ്ട് ഏരിയ എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുന്നതും വൈകുന്നേരങ്ങളിൽ നിന്ന് നാമം ജപിക്കുന്നതുമെല്ലാം. നമ്മൾ വീട്ടിൽ മുഴുവൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ടൈലിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടൊരു ടൈലാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും മാറ്റ് ഫിനിഷ് അല്ല, ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ടൈലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു കുഞ്ഞൊരു ഏരിയയിൽ പിബിൾസ് ഇട്ട് റിയോ പ്ലാന്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഓടാണ് വിരിച്ചിരിക്കുന്നത്. വീടിനും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഓടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഏരിയ വാർക്കയാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്നും കയറുമ്പം ഈ കാണുന്ന ഇങ്ങനെയാണ് നമ്മളുടെ ലിവിങ് റൂമിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. വീട് ഫുള്ളും ഒരു ഓപ്പൺ കോൺസെപ്റ്റാണ്. അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഓരോന്നിനും ഓരോ റൂം എന്നൊന്നുമില്ല. നമ്മളുടെ ലിവിങ് റൂമിൽ നിന്ന് നേരെ നോക്കുമ്പം ഒരു പാർട്ടീഷനുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഹാൻഡ് വാഷ് ഏരിയയും കൊടുത്തിരിക്കുന്നത്, ഡൈനിങ് റൂമും കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്ന ടൈൽ എന്താണ് എന്ന്. ഇത് ഒരു ടൈപ്പ് മാറ്റ് ഫിനിഷ് വരുന്ന നല്ല ഗ്രിപ്പുള്ള ഒരു ടൈപ്പ് ടൈലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു വളരെ ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രിപ്പുള്ള ടൈലിട്ടപ്പം ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വെള്ളമൊക്കെ കിടന്നാലും നമ്മൾ ചവിട്ടി തെന്നി വീഴത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കാലിന് വേദനയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ തുറന്നങ്ങ് പറയാണ്. ഈ ഒരു ടൈലിൽ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ചെളി, അതായത് ഈ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഈ ടൈലിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, അതിലൊക്കെ ടൈലിൽ ചെളി കയറിയിരിക്കും. നമ്മളപ്പോൾ അത് ശരിക്കും ഉരച്ച് തേച്ച് കഴുകിയില്ല എങ്കിൽ അതങ്ങനെ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് തുടച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു ഡോർ എന്ന് വെച്ചാൽ നമ്മൾ ഈ മുകളിൽ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ ദേ ഇങ്ങോട്ടേക്കൊരു ഡോറുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസിൽ ഏറ്റവും
കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരുപാട് വെട്ടവും വെളിച്ചവും ഒക്കെ കയറും, കാരണം ഒരുപാട് വിൻഡോസും ഒരുപാട് ഡോറും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഈ വീടിന് എത്ര ഓപ്പണിംഗ് ഉണ്ട്, ഇത് അതുവഴി പോയിട്ട് ഇതുവഴി ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ, ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. അതായത് നമ്മൾ മോളിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കയറി വന്നാൽ, സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ഫ്രണ്ട് ഓപ്പണിങ്. ഇവിടെ നമ്മളൊരു ചെറിയൊരു പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വീട്ടിലെ ഓരോ സാധനങ്ങളും, ഇവിടെയുള്ള ഓരോ സാധനങ്ങളും ഞാനും എൻ്റെ ഹസ്ബൻഡും ഓരോ സ്ഥലങ്ങളിൽ പോയി നോക്കി നടന്ന് നമ്മളുടെ വീടിന് ചേരുവോ ചേരില്ലയോ, നമ്മളുടെ വീടിൻ്റെ പെയിൻറ്റിന് ചേരുവോ ചേരത്തില്ലയോ എന്നൊക്കെ നോക്കി അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അല്ലാണ്ട് നമ്മൾ തന്നെയാണ് നമ്മളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് മൊത്തം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലൈറ്റ്സ് വർക്കോ ഒന്നുമില്ല. എത്രമാത്രം സിമ്പിളാക്കാവോ അത്രയും സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കി ഒരു വീട് സെറ്റ് ചെയ്തെടുക്കാനാണ് ഞങ്ങളിവിടെ മാക്സിമം ട്രൈ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷനിൽ മുഴുവനും, പാർട്ടീഷൻ എന്ന് വെച്ചാൽ ഇത് വുഡൻ്റെ പാർട്ടീഷനാണ്. നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഫർണിച്ചർ കടയിൽ പോയി റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വുഡിൻ്റെ പാർട്ടീഷൻ വാങ്ങിച്ച് ഇവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മുഴുവനും അമ്പൂൻ്റെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു ക്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മളുടെ വാഷ് ഏരിയ. ഇതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വാഷ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ മാക്സിമം എത്രമാത്രം ഭംഗിയാക്കാവോ, ഇവിടെ നമ്മൾ വളരെ ന്യൂഡായിട്ടുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, വീടിന് ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത്. നല്ല ഹൈറ്റിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നും. അപ്പം ഈ കാണുന്നതാണ് നമ്മളുടെ വാഷ് ഏരിയ. നമ്മൾ പിന്നെ ഇവിടെ കബോർഡ്സ് എല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അലുമിനിയം ഇതിലാണ് കേട്ടോ, അല്ലാതെ ഇതൊന്നും വുഡൊന്നും അല്ല. പിന്നെ നമ്മളുടെ വീട്ടിലെ ഡോഴ്സ് എല്ലാം സ്റ്റീലിൻ്റെ ആണ്, അതും വുഡിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഇതൊക്കെ ലൈവ് പ്ലാന്റ്സ് ആണ് കേട്ടോ. എനിക്ക് എല്ലായിടത്തും പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാക്സിമം എല്ലായിടത്തും ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മിററാണെങ്കിലും അതിന് മുകളിലൊരു ലൈറ്റ് വെച്ച് നമ്മളതൊന്ന് ഭംഗിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈലെന്ന് വെച്ചാൽ ഇത് നാനോ ടൈലാണ്. ഒരു ബ്ലാക്ക് വാഷ് ഏരിയയും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ഒക്കെ ആക്കി മാറ്റാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ തന്നെ നല്ല വലിയൊരു ഓപ്പൺ വിൻഡോ ഉണ്ട്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ഈ വിൻഡോ അങ്ങ് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും അതെല്ലാം കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒന്നും കാണിച്ചു തരുന്നില്ല. ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാനും പിന്നെ കുറച്ചും കൂടെ നല്ലൊരു വെട്ടമൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വോളിൽ 2-3 പെയിൻറ്റിങ്സ് ഒക്കെ വെച്ച് കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് കേട്ടോ നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിനെയാണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് റൂമും കൂടെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ വാഷ് റൂം വരുന്നത്. ഒരു ചെറിയ മിററൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിരിക്കുന്നതാണ്. നമ്മൾ വാഷ് റൂമിലും ഇട്ടിരിക്കുന്ന ടൈല് മൊറോക്കൻ ടൈലാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൊറോക്കൻ ടൈലായതുകൊണ്ട് ഇതിന് ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അപ്പം ചില സമയത്തൊക്കെ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പയ്യെ സെറ്റാക്കി എടുത്തത്. ഈ കാണുന്ന വിൻഡോ കണ്ടോ, ഈ വിൻഡോയിൽ ആ ബ്ലൂ കളർ വർക്ക് കണ്ടോ, അതൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അതിനുള്ള ഷീറ്റ് വാങ്ങിച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. നേരത്തെ എന്ന് വെച്ചാൽ അത് പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നു, ടഫൺ ഗ്ലാസ് തന്നെയാണ്, ബട്ട് അത് പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും കണ്ടോ ഇതിൻ്റെ ഷീറ്റ് വാങ്ങിച്ച് മിററിൻ്റെ സൈസിന് നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്.
അതിൻ്റെയൊക്കെ പുറകിൽ ശരത്തേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രയത്നം തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മളുടെ റൂമാണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പെയിന്റ് എന്ന് വെച്ചാൽ ഓഫ് വൈറ്റ് കളറാണ്, ഒരു ടൈപ്പ് ഒരു ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുകളിൽ ഇതുപോലെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്ലൂവിനും ഈ ഒരു ഓഫ് വൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡിനും കൂടെ മാച്ച് ചെയ്ത് പോകുന്ന കേർട്ടൻസ് ആണ് കേട്ടോ നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കേർട്ടൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പുറത്തെ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. ഈ കേർട്ടൻ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഈ ഒരു വിൻഡോ അങ്ങ് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മളുടെ ബെഡ്റൂമിൽ നിന്നുള്ളൊരു വ്യൂവ്. ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സും മറ്റുമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലമൊക്കെ ആകുമ്പം നല്ല പച്ചപ്പാവും, അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ബട്ട് ഇപ്പോൾ ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കബോർഡ്സ് ആണെങ്കിൽ നമ്മൾ 3 വലിയ കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അത്യാവശ്യം മാക്സിമം എല്ലാ ഡ്രസ്സുകളും അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിക്കോളും. പിന്നെ ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അലുമിനിയത്തിലാണ് നമ്മൾ ജിപ്സം ബോർഡിലാണ് നമ്മളുടെ ഈ കബോർഡ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഡോഴ്സൊക്കെ ഇങ്ങനെ അലുമിനിയം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഷീറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ കബോർഡ്സൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ റൂമിലും മറ്റുമൊക്കെ ഉള്ള സ്വിച്ച് ബോർഡ്സ് എല്ലാം ബ്ലാക്ക് കളറിലെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓഫ് വൈറ്റ് കളറും ഈ ഒരു ബ്ലാക്ക് സ്വിച്ച് ബോർഡും കൂടെ വരുമ്പം നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. അതൊക്കെ നമുക്ക് നമ്മുടെ ആർക്കിടെക്റ്റ് സജസ്റ്റ് ചെയ്ത് തന്നതാണ്. നമ്മളുടെ ഈ ഡോഴ്സ് ആണെങ്കിലും ഇതൊന്നും വുഡ് അല്ല കേട്ടോ. ബെഡ്റൂമിൽ നിന്ന് നേരെ വരുമ്പം നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോഴാണ് നമ്മളുടെ കിച്ചൺ കാണാൻ പറ്റുന്നത്. നമ്മളുടെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ ഈ ഒരു എൽ ഷേപ്പിലുള്ളൊരു വോള് കണ്ടല്ലോ, ഇതിൽ നമ്മൾ ഒരു വാൾപേപ്പർ ഒട്ടിച്ച് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വാൾപേപ്പർ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു ഷോപ്പിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ തന്നെ ഒട്ടിച്ചതാണ് കേട്ടോ ഈ ഒരു വാൾപേപ്പർ. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സൈഡിൽ 2-3 ഫോട്ടോസും ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ വെച്ച് കൊടുത്തപ്പം കുറച്ചും കൂടെ ഭംഗിയായി. ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ആക്ച്വലി നമ്മളുടെ ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പം ഈ ഒരൊറ്റ പീസ് അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് നല്ല ഭംഗിയായിരിക്കും, ഇത് എവിടെ കൊണ്ടുവന്ന് വെച്ചാലും ഭംഗിയായിരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ കയ്യോടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. 4800 രൂപയായിരുന്നു ഒരു 2 വർഷം മുമ്പുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇത് കണ്ടോ, ഇത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഒട്ടിച്ചത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു ടീ കൗണ്ടർ കണ്ടോ, ഇത് നമ്മളുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഭയങ്കര സിമ്പിളായിരുന്നു. ഈ ഒരു വുഡിൻ്റെ ഈ ഒരു വർക്ക് ഇവിടെ ഉണ്ടായിരുന്നതേ ഇല്ല. അന്നൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒരു വുഡിൻ്റെ എന്തെങ്കിലും, എൻ്റെ മനസ്സിൽ ഈ സെയിം സാധനമായിരുന്നു ഉണ്ടായിരുന്നത്, നമുക്കത് സെറ്റ് ചെയ്ത് കൊടുത്താലോ എന്ന്. അപ്പം പുള്ളി പറഞ്ഞു വേണ്ട, നമുക്ക് അത് ബഡ്ജറ്റിൽ ഒതുങ്ങത്തില്ല, നമുക്കത് പിന്നെ സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ആണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു വുഡിൻ്റെ ഒരു വർക്ക് ചെയ്തത്. ഇതും എൻ്റെ ഹസ്ബൻഡ് സ്വന്തമായിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു ലോങ് വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ, ലോങ് വീഡിയോ അല്ല, അതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മളിത് ചെയ്യുന്ന ടീമിനോട് ചോദിച്ചപ്പം അന്ന് ഇതിന് 10,000 രൂപ, അതായത് ഈ ഒരു കുഞ്ഞു പോർഷൻ ചെയ്യുന്നതിന് 10,000 രൂപയാവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ വെറും 3,500 രൂപയ്ക്ക് ഈ ഒരു ഏരിയയും പിന്നെ നമ്മളുടെ കിച്ചൻ്റെ 2-3 ഏരിയയിലും നമ്മൾ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ എല്ലായിടത്തും ഇട്ടിരിക്കുന്ന ടൈല് ഈ ഒരു കോമൺ ടൈലാണ്. നമ്മളുടെ റൂമിലാണെങ്കിലും ഡൈനിങ് റൂമിലും ഹോളിലും കിച്ചണിലും എല്ലായിടത്തും ഈ ഒരു ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഷീറ്റും അലുമിനിയത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഷീറ്റാണ്. വുഡിൻ്റെ കളറും ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്നത്, കോമൺ ആയിട്ട് കാണുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വുഡൻ ടച്ചൊക്കെ വരുന്ന ഹാങ്ങിങ് ലൈറ്റ് ആണല്ലോ.
അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഞങ്ങൾ എടുത്തത്. എന്തായാലും അതും ഈ ഒരു ഈ കൗണ്ടറിന് ശരിക്കും മാച്ചായി ഉള്ളൊരു എന്താ പറയുക ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ നമ്മളിവിടെ എടുത്തത്. ഇവിടുന്ന് നമ്മൾ നേരെ വരുമ്പോഴാണ് നമ്മളുടെ കിച്ചൺ നല്ല വലിപ്പമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണേ. കണ്ടോ, ഇവിടെയും നമ്മൾ എന്താ പറയുക വളരെ ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കബോർഡ്സ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് പേരൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര സ്ഥലമുള്ളൊരു കിച്ചണാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഞാനൊരു ഷെൽഫൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ ഒന്നും വലിച്ചു വാരി ഇടുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മിക്സി ആണെങ്കിലും പിന്നെ വലിയ വലിയ പാത്രങ്ങളും ഒക്കെ നമ്മൾ അതിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കിച്ചൺ ടൂറൊക്കെ സെപ്പറേറ്റ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഓഫ് വൈറ്റ് കളർ വരുന്ന ഒരു നാനോ ടൈലാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ക്ലീനൊക്കെ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. നമ്മൾ ടൈലാണെങ്കിലും കോമൺ ടൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന്, നമ്മൾ അലുമിനിയത്തിൻ്റെ ഷീറ്റ് വാങ്ങിച്ച് ചെയ്തു എന്ന്. ഇതാണ് കേട്ടോ വേറൊരെണ്ണം. ഇവിടെയും നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു. നമ്മൾ ആ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് കൊടുത്തപ്പം ഈ ഒരു ഏരിയക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഏരിയ എന്ന് വെച്ചാൽ ഇത് ഈ കാണുന്നതാണ്. ഇവിടെയും ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് കിടന്നത്. ഞങ്ങൾ ഇതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്ത് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് ഹാങ് ചെയ്തിട്ടപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആദ്യം ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലൊക്കെ ഇത് വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളുടെ കിച്ചൻ്റെ കബോർഡ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡിലാണ്. ജിപ്സം ബോർഡിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു അലുമിനിയം ഷീറ്റ് വെച്ച് നമ്മൾ കബോർഡിൻ്റെ ഡോഴ്സൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എവിടേക്ക് എങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കോസ്റ്റ് കുറച്ചാണ് നമ്മളുടെ വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ ഫുള്ളൊരു ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 52 ലാക്ക് അടുത്ത് വരുന്നുണ്ട്. അത്രയാണ് നമ്മളുടെ ഒരു ഏകദേശം ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. അതും ഞങ്ങൾ സ്വന്തമായിട്ട് എല്ലായിടത്തും പോയി ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചെടുത്ത് ഓരോന്നും ഞങ്ങളിങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചെടുത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു കോസ്റ്റിലെങ്കിലും നമ്മളുടെ വീട് പണി തീർക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നുവെങ്കിൽ അതിനും മുകളിൽ പോയേനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു വിൻഡോയിലൂടെ നോക്കുമ്പം നമ്മളുടെ അടുക്കള വശമാണ് ഈ കാണുന്നത്. ഒരു ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ കൂടൊക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ ഒരു കേർട്ടനൊക്കെ കണ്ടോ, ഈ ഒരു കേർട്ടൻസൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതായത് വീട് പണിയുടെ സമയത്ത് കേർട്ടനൊക്കെ ഇടാനായിട്ട് നമ്മൾ ഒരു ടീമിനോട് ചോദിച്ചപ്പം അവർ ഞങ്ങളോട് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45,000 അല്ലെങ്കിൽ ഒരു 50,000 അടുത്താണ്. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയിട്ട് നമ്മുടെ ഒരു ഇതിന് ഷീറ്റ് നമ്മുടെ ഒരു കളറിനും നമ്മുടെ ഒരു വീടിനുമൊക്കെ പറ്റിയ ഡിസൈനിലുള്ള കേർട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അന്ന് ഏകദേശം ഒരു 13,500 രൂപയ്ക്ക് നമ്മൾ കേർട്ടൻ വാങ്ങിച്ചു. എന്നിട്ട് ഈ കേർട്ടൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സ്റ്റീൽ റോഡ് കണ്ടോ, അത് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മളുടെ വീടിൻ്റെ കേർട്ടൻ ഇടുകയാണ്. നമുക്ക് ടോട്ടൽ 5 വിൻഡോസാണ് വരുന്നത്. ഈ 5 വിൻഡോസിനും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് അന്ന് 55 സംതിങ് പറഞ്ഞത്. നമ്മളത് വെറും 13,500 രൂപയ്ക്ക് നമ്മളത് ചെയ്തെടുത്തു. നമ്മളുടെ ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു പാത്ത് വേയും അതിൽ കുറച്ച് ഹെലിക്കോണിയ പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വിൻഡോ അങ്ങ് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ നല്ല പച്ചപ്പും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളികളൊക്കെ ഇതുവഴി പറന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് നമ്മളുടെ വീടിന് എല്ലായിടത്തും നല്ലപോലെ വെട്ടവും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം താഴത്തെ വിശേഷങ്ങൾ ഏകദേശം ഇത്രയാണ്. നമുക്കൊരു കിച്ചൺ വരുന്നുണ്ട്, ഒരു റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, ഡൈനിങ് റൂമും നമ്മളുടെ ഹോളും വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തെ കാഴ്ചകളും കൂടെ കാണാവേ.
നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളുടെ വീട് മുകളിൽ നിന്ന്, അതായത് റോഡിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു വീടാണല്ലോ. അപ്പം ഞങ്ങൾ ഈ കാർ പോർച്ചിന് പകരം ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇത് മണ്ണിട്ട് ഇവിടെ ഒരു റോഡ് പോലെ ആക്കിയെടുക്കാമെന്നാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ആർക്കിടെക്റ്റ് ഞങ്ങളോട് പറഞ്ഞത് അത് വേണ്ട, അതിലും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, റോട്ടിൽ നിന്നും ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കാർ പോർച്ചും കിട്ടും. കാർ പോർച്ചിൻ്റെ അടിയിൽ കിടക്കുന്ന ഈ ഒരു സ്ഥലം ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി യൂസ് ചെയ്യാനും പറ്റുമെന്ന്. അത് വളരെ ശരിയാണ്. ഇപ്പം നമുക്ക് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്തൊന്ന് സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ മതിലായിട്ട് കൊടുത്തിരിക്കുന്നത് കരിങ്കല്ലാണ്. കരിങ്കല്ല് വെച്ചാണ് കേട്ടോ നമ്മൾ മതിൽ പണിതിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഇതിൽ മൊത്തം ക്രീപ്പിംഗ് ഫിഗ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കയറ്റി വിടാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട ഇവിടെ വരെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു മതിൽ ഫുള്ള് കവർ ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ഏരിയയിലോട് ചേർന്ന് ഞാനൊരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഒരു വിൻഡോ ഫുള്ള്, അതായത് ആ ടോപ്പിൽ വരെ എത്തുന്ന രീതിയിൽ വളർന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഹോളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു പാത്ത് വേ ആണ് കേട്ടോ ഈ പറഞ്ഞത്. ഇവിടെ ഹെലിക്കോണിയാസ് ആണ് കൂടുതലും നട്ടുകൊടുത്തിരിക്കുന്നത്. ഹെലിക്കോണിയ എന്നല്ല, ഹെലിക്കോണിയ മാത്രമാണ് നട്ടുകൊടുത്തിരിക്കുന്നത്. ഇപ്പം ഹെലിക്കോണിയൊക്കെ കുറച്ചൊന്ന് മഴയൊക്കെ മുകളിൽ നിന്ന് പെയ്തിട്ട് ഹെലിക്കോണിയൊക്കെ വീണ് കിടക്കുവാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ ലിവിങ് റൂം. പിന്നെ അതേണ്ടേ ഈ കാണുന്നതാണ് നമ്മളുടെ നമ്മളുടെ കാർ പോർച്ചിൻ്റെ താഴെയുള്ള ഒരു ഏരിയ. കഴിഞ്ഞ ദിവസം വിഷുവിന് ഇവിടെ ഇട്ട് കുടച്ചക്രം കറക്കിയിട്ട് പാടയിട്ട് കിടക്കുക കേട്ടോ. എന്തേരെ കഴുകിയിട്ടും അതങ്ങ് പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അലുമിനിയം ഷീറ്റ് വെച്ചിട്ടാണ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ചെയ്തതെന്ന്. ആ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ 6 ഷീറ്റാണ് വാങ്ങിച്ചത്. അതിലൊരു ഷീറ്റാണ് കേട്ടോ, ഞങ്ങൾ 6 ഷീറ്റ് വാങ്ങിച്ചിട്ട് കിച്ചൻ്റെ ആ ഒരു ടീ കൗണ്ടറും പിന്നെ നമ്മളുടെ കിച്ചൻ്റെ ആ ഒരു 2 സൈഡും ഒട്ടിച്ച് കഴിഞ്ഞിട്ടും ഇത്രയും ഷീറ്റ് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാൻ ഇറങ്ങുവാണെങ്കിൽ ഇതൊക്കെ ഏറ്റവും ലാഭമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ അമ്പൂൻ്റെ കുറേ ആക്രി സാധനങ്ങളും വണ്ടിയും ഒക്കെ ഞങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കാർ പോർച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ 2 ഗുണങ്ങളുണ്ട്. ഭാവിയിൽ ഞങ്ങളിത് ചിലപ്പം എല്ലാവർക്കും കൂടെ ഒന്ന് വന്നിരുന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് ആയിട്ടൊക്കെ മാറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പോണ്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഒരു പ്ലാനുണ്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു വ്യൂ. ഇത് ഞാൻ കുറച്ച് മുമ്പ് നമ്മളൊരു ബെഡ്റൂമിൽ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തന്നില്ലേ, ആ കാണുന്നതാണ്, ആ വിൻഡോ കാണുന്നതാണ് നമ്മളുടെ ബെഡ്റൂം. ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി എന്നാൽ നമുക്ക് നേരെ മുകളിലേക്ക് പോയാലോ. ഇവിടെ മുകളിൽ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഓഫീസ് റൂം വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഈ കാണുന്ന വാൾപേപ്പർ കണ്ടോ, ഇതും സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടിരുന്ന ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു. ഞങ്ങളിവിടെ വാൾപേപ്പർ വാങ്ങിച്ചൊട്ടിക്കുവാണ് ചെയ്തത്. ഇത് നമ്മളുടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് പോയി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പശയൊക്കെ തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ടൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതായത് നമ്മളുടെ വീടെന്ന് വെച്ചാൽ ഫുള്ള് സിമ്പിളായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മ്യൂറൽ ആർട്ടൊക്കെ ചെയ്യണമെന്നായിരുന്നു ശരത്തേട്ടൻ്റെ ആഗ്രഹം. പക്ഷെ അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനത്തെ വാൾപേപ്പറൊക്കെ വാങ്ങിച്ച് ഒരു ആർട്ടൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് കാണാൻ. അതായത് താഴേന്ന് കയറി വന്നു, നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് ഡോറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഇവിടെയും നമ്മൾ വുഡിൻ്റെ ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടൈലാണ് കേട്ടോ, വുഡൊന്നുമല്ല, ഇത് ടൈലാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇത് സ്റ്റീലാണ് കേട്ടോ. നമ്മൾ എന്നിട്ടൊരു ഗ്രേ കളർ പെയിൻറ് അടിക്കുകയാണ് ചെയ്തത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ഫാമിലി ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകാരുടെ ഫാമിലി ഫോട്ടോ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം ഒറ്റ വീട്ടുകാരുടെ മാത്രമേ ഫാമിലി പിക്ക് കിട്ടിയുള്ളൂ. ഇവിടുന്ന് വന്ന് ആദ്യം കാണുന്നത് ഓഫീസ് റൂമാണ്. ഇതാണ് ഞങ്ങളുടെ ഓഫീസ് റൂം. ഇവിടെ ഒരു കുഞ്ഞ് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ കുറച്ച് ഷെൽഫും പിന്നെ നമുക്ക് ലാപ്പൊക്കെ ഇട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ചെറിയൊരു ടോപ്പ് പോലെ, ഒരു കൗണ്ടർ ടോപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയിലൊക്കെ ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ മാറി കേട്ടോ. ഞാൻ പിന്നെ ഇതുപോലെ നമുക്ക് ഭാവിയിൽ മോനാണെങ്കിലും ഇനി ഇവിടെ പഠിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇതിപ്പം നമ്മൾ മാറ്റുന്നില്ല. ഇനി ഭാവിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്കിതിനെ ഒരു ചെറിയൊരു റൂം ആക്കുകയാണെങ്കിലും നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ നമ്മളുടെ ഓഫീസ് റൂമിൽ ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ടേ. ദേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ ബാൽക്കണി. ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നത്, ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നേരത്തെ ഞാനിവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി. അപ്പം ഈ വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്തിട്ടാൽ നല്ല വെട്ടവും വെളിച്ചവും കാറ്റും ഒക്കെ കയറും കേട്ടോ. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ നല്ല രസമാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ക്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു റൂമാണ്. ടൈൽ ഇതുപോലെ തന്നെ നമ്മളുടെ കോമൺ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുമ്പം ഈ കാണുന്നത് നമ്മളുടെ ടെറസിലേക്കുള്ള ഒരു ഡോറാണേ. കണ്ടോ, ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു അയൺ ചെയ്യാനുള്ള ഒരു മെഷീനും വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നിറയെ മെസ്സപ്പായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അധികം അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ നമ്മളുടെ ഫ്രണ്ടിലത്തെ മാവില്ലേ, ആ മാവ് ഇങ്ങോട്ടേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. അടുക്കള വശത്തു നിന്നുള്ള കോവലൊക്കെ വേണ്ടേ ഇവിടെയാണ് കയറി കിടക്കുന്നത്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ്. ഇതും സെയിം തന്നെ, എന്താ പറയുക, ഇതും സെയിം ഒരു കോമൺ ബാത്റൂമാണ്. ടൈലൊക്കെ മൊറോക്കൻ ടൈലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ചെറിയൊരു കോമൺ ബാത്റൂമാണ് ഇത്. ഈ കാണുന്നതാണ് നമ്മളുടെ ബെഡ്റൂം, മറ്റൊരു ബെഡ്റൂം. ഇതാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം. ബിക്കോസ് നമ്മളവിടെ ഓഫീസ് റൂമിലിരുന്ന് വർക്ക് ചെയ്യുമ്പം കുഞ്ഞിനെ ഇവിടെയാണ് ഉറക്കി കിടത്തുന്നത്. നമുക്കപ്പോൾ പെട്ടെന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഒരു അനക്കമൊക്കെ കേട്ടാലൊന്ന് ഓടി വന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളപ്പം ഈ ഒരു ബെഡ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പൺ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ പിന്നെ ഓടൊക്കെ ഇങ്ങനെ മേഞ്ഞേക്കുന്നത് കൊണ്ടേ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. മൊത്തത്തിൽ ഇവിടെ ഒത്തിരി പ്ലാന്റ്സും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് ഈ ഒരു ബാൽക്കണി ഇപ്പോൾ പ്ലെയിൻ ആക്കി ഇട്ടേക്കാണ്. ഭാവിയിൽ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടൊക്കെ കൊടുക്കാമല്ലോ. നേരത്തെ ഞാനിവിടെ കുറച്ച് ബൊഗെയിൻവില്ലയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാങ്ങിങ് ലൻഡാനാസും പിന്നെ മണി പ്ലാന്റും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിറ്റൂണിയൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നല്ല വെയിലടിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ എന്ത് നട്ടാലും പിടിക്കില്ല. പിന്നെ നമ്മൾ കൈകൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ നമ്മുടെ കോമൺ ആ ഒരു ടൈല് തന്നെയാണ് വിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ലാമ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല മൊറോക്കൻ ഡിസൈനിൽ ഇങ്ങനെ നല്ല പല പല ഷേപ്പൊക്കെ ഉള്ള, എന്താ പറയുക, ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഹാങ്ങിങ് ലാമ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കാണാനും നല്ല രസമാണ്. അപ്പം രാത്രിയിലൊക്കെ ആകുമ്പം ഇവിടെ ഒരുപാട് ലൈറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരൊറ്റ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല വെട്ടമൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഏരിയയും അതുപോലെ തന്നെ നമുക്ക് കാർ പോർച്ചും ഒക്കെ കാണാൻ പറ്റുമേ. ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി എന്നുള്ളൊരു ലുക്ക്. നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ കൂടൊക്കെ കാണാൻ പറ്റും കേട്ടോ, ആമ്പല് വിരിഞ്ഞ് നിൽക്കുന്നതും. ഇതൊരു അപ്പുറത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല രസമാണ്. അപ്പം ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, പറയാൻ പറ്റില്ല കേട്ടോ. അത് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും ഭംഗി. ഈ ഓടിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്നതൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനേ നല്ല രസമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. അപ്പം ഈ ഒരു
ഓപ്പൺ വിൻഡോയിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റൂമിലാണെങ്കിലും ഒരുപാടൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, അതിന് ഒരു ഹൈലൈറ്റർ എന്ന പോലെ ഒരു ഹാങ്ങിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു AC വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വലിയ ഒന്നും തന്നെ നമ്മളുടെ ഒരു റൂമിൽ നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. ഡിസൈനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ താഴത്തെ വിൻഡോയിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഒരു ചെറിയ ഷീറ്റ് വാങ്ങിച്ച് ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഭയങ്കരമായിട്ട് ലൈറ്റ് കയറുന്നതിനൊക്കെ നമുക്കൊന്ന് റെസിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ വീടിൻ്റെ വിശേഷങ്ങൾ. ഹോം ടൂർ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മളുടെ വീടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എന്നേക്കാൾ കൂടുതലും എൻ്റെ ഈ വീടിനെയും പിന്നെ എൻ്റെ ചെടികളെയും ഒക്കെയാണ് എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എനിക്ക് ഹോം ടൂർ ചെയ്യാവോ എന്ന് ചോദിച്ച് എനിക്ക് ഒരു മെസ്സേജ് പോലും വരാത്ത ഒരു ദിവസം പോലും ഇല്ല. അതുപോലെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ആരെയും നിരാശപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് വേഗം ചെയ്തൊരു ഹോം ടൂറാണ്. എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാനപ്പോൾ അതിന് റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഇവിടെ കാറ്റ് നല്ലപോലെ വീശുന്ന ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടാൽ അതപ്പം തന്നെ അടയ്ക്കണം, ഇല്ലെങ്കിൽ കാറ്റ് വന്ന് അടയ്ക്കും. അപ്പം നമ്മളുടെ ചെവി അടിച്ചു പോണ ടൈപ്പ് സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു കുട്ടി ഹോം ടൂർ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഈ കാണുന്നതാണ് നമ്മളുടെ വീട്. എനിക്കെപ്പോഴും എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു വീട് വെക്കുമ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളതിലേക്ക് അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട രീതിയിലുള്ള ചിലവുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ കണ്ണും കൈയും കാതുമൊക്കെ എല്ലായിടത്തും എത്തുകയും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇനി വീട് പണിയുന്ന ഒരുപാട് പേർക്ക് നമ്മളുടെ ഈ ഒരു കുട്ടി ഹോം ടൂർ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റിലൂടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബായ്.